നമസ്കാരം. മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി മൈൻഡ് എന്ന മൈൻഡ് ബ്ലോയിങ് സംഘടനയുടെ 9ാമത് വാർഷിക ആഘോഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സവിശേഷമായ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സംഘടനയെക്കുറിച്ച് അറിയാൻ സാധിച്ചതിലും. അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ 800ഓളം അംഗങ്ങൾ ഗുണഭോക്താക്കളായി ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എന്തുകൊണ്ടാണ് സന്തോഷം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ബ്രോഷറിൽ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും അധികം ശക്തി തരുന്നത് എന്താണെന്നോ? നമ്മോടൊപ്പം നമുക്ക് കൈപിടിച്ച് കരുത്തേകുവാനുള്ള വ്യക്തികൾ. നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഏത് ദുർഘട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന സമാനമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റും കരുത്തായി കരുതലായി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. കാരണം നമ്മൾ എത്രമാത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സെൽഫ് ലവിനെ കുറിച്ച് പറയാറുണ്ട്, സ്വാശ്രയത്വത്തെക്കുറിച്ച് പറയാറുണ്ട്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവരോടും എംപവർമെൻ്റ് അല്ലെങ്കിൽ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എല്ലാവരോടും അതാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. പക്ഷെ എത്രമാത്രം നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങി ചിന്തിച്ചാലും, എത്ര സങ്കുചിതമായി നമ്മൾ ചിന്തിച്ചാലും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉടലെടുത്തിട്ടുള്ളത് ഒരു സമൂഹമായി ജീവിക്കുവാനാണ്. അപ്പോൾ ആ ഒരു സമൂഹം നമുക്ക് നൽകുന്ന ഒരു കരുത്തും കരുതലുമാണ് യഥാർത്ഥത്തിൽ എല്ലാ സംഘർഷങ്ങളിലൂടെ കടന്നു പോകാനും ചരിത്രത്തിൽ ഏതൊരു കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാലും മനുഷ്യനെ പ്രാപ്തനാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രാപ്തി ശാരീരികമായും മാനസികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംഘടന, നിങ്ങളുടെ ഈ സ്നേഹക്കൂട്ടായ്മ വഴി, സംഘടന എന്ന് വിളിക്കാൻ പോലും ശരിക്കും എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങളുടെ ഓരോരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, സ്നേഹ സമ്മാനം, ഒപ്പം, അങ്ങനെ ഒരുപാട് നല്ല പ്രവൃത്തികൾ നിങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു സ്നേഹക്കൂട്ടായ്മയിൽ ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം കരുത്തും കരുതലും കൈമാറുവാൻ സാധിക്കട്ടെ തുടർന്ന് എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഞാൻ SMA കുറിച്ച് ആദ്യമായി അറിയുന്നത് യഥാർത്ഥത്തിൽ MBBS പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയം മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു 2 ദശാബ്ദങ്ങൾ ആയിട്ടുണ്ട്. ഈ ഒരു 2 ദശാബ്ദങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് വൈദ്യശാസ്ത്രത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും SMAക്ക് അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള ആ ഒരു വൃത്താന്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ഒരു സ്പെക്ട്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഗവേഷണങ്ങളിൽ ഫലം കണ്ടെത്താനുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ നിലവിൽ നമുക്കറിയാവുന്ന തരത്തിൽ എങ്ങനെയൊക്കെയാണ് പിന്തുണയേകാൻ സാധിക്കുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ത്രാണിയേകാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക, എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ആ ത്രാണി എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ, അതായത് ശാരീരികമായും മാനസികമായും നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, സംഘർഷങ്ങൾ, ദുരിതങ്ങൾ, വേദന, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ. ഈ വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും അസുഖങ്ങളും ഒന്നും ഇല്ലാത്ത മനുഷ്യരാരും തന്നെ കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ there is something which is very inherent to each one of us, which is called the chaos power. Okay, അപ്പോൾ chaos power എന്ന് ഞാൻ എന്നോട് തന്നെ
വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കെയോസ് പവർ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിർവചിക്കുക, താറുമാറാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു ത്രാണിയുണ്ട്. നമ്മുടെ ജീവിതം താറുമാറാകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇങ്ങനെ തളിരിടുന്ന ഒരു ത്രാണിയുണ്ട്. ആ ത്രാണിയാണ് ശരിക്കും കെയോസ് പവർ എന്ന് പറയുന്നത്. കാരണം അവിടെ ആ വേദന അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് എന്താണോ ആ നഷ്ടം, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്താണോ അതിൻ്റെ നിരാശ, നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിട്ടും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിൻ്റെ ഒരു ഒരു എന്താ പറയുക, പരാജിതമായിട്ടുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു വികാരം ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാം കൂടി ചേരുന്നതാണ് കെയോസ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും ഈ വികാരങ്ങളൊന്നും തന്നെ ഒറ്റയ്ക്ക് നമ്മുടെ ഉള്ളിൽ വിളങ്ങാറില്ല. സാധാരണഗതിയിൽ നമ്മൾ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന വികാരങ്ങളെല്ലാം ഒത്തുചേർന്നാണ് ഉണ്ടാവാറുള്ളത്. അപ്പം സത്യത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നത് ഒരു കെയോസാണ്. ആ കെയോസിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഒരു ത്രാണി ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദിസ് എൻറ്റയർ യൂണിവേഴ്സ് വാസ് ആക്ച്വലി ബോൺ ഔട്ട് ഓഫ് കെയോസ്, റൈറ്റ്? നമ്മൾ ഈ ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലേ? ഈ പ്രപഞ്ചം മൊത്തം യഥാർത്ഥത്തിൽ ഒരു കെയോസിൽ നിന്നാണ്, ഇങ്ങനെ താറുമാറായി ചിന്നിച്ചിതറി കിടക്കുന്ന ഒരിടത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടായത്. ഏറ്റവും അധികം ശക്തി, ഏറ്റവും അധികം ത്രാണി പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും എടുത്തു നോക്കിയാലും അവിടെ എല്ലാം അതിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓഫ് കെയോസ് ഓൾവേസ്. അത് പ്രപഞ്ചത്തിലും ശാസ്ത്രത്തിലും മാത്രമല്ല, മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ പറയുന്ന കെയോസ് ഉണ്ടാകുമ്പോഴാണ്, എല്ലാം താറുമാറായി കിടക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രാണി ഇങ്ങനെ പൊട്ടിമുളച്ച് മുകളിലേക്ക് വരുന്നത്. അത് തിരിച്ചറിയുവാനും ആ താറുമാറായി കിടക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ ഉള്ളിലെ ത്രാണി നമുക്ക് തന്നെ തിരിച്ചറിയുവാനും അതിനെ കൂടുതൽ വികസിപ്പിച്ച് വളർത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്, അല്ലേ? അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ശേഷം ഒരുപാട് വ്യക്തികൾ, ഒരുപാട് അതിഥികൾ ഉണ്ട് എന്നെനിക്കറിയാം നിങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട്. ഈ താറുമാറായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതിൽ നിന്നും എങ്ങനെയാണ് ആ ത്രാണി മുളയ്ക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രായോഗികമായിട്ടുള്ള ഒരു കൃത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഒരു സ്ലൊവേനിയൻ ഫിലോസഫർ ഉണ്ട്, സിഷേക്ക് എന്നുള്ള, സ്ലോവാക് സിഷേക്ക് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ. അദ്ദേഹം വളരെ ഒരു പക്ഷെ ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഒരു തത്വത്തെക്കുറിച്ച് പറയാറുണ്ട്, which is called the courage of hopelessness. Okay, that's something very unusual, right? നമ്മളെല്ലാവരും എപ്പോഴും ഹോപ്പിനെ കുറിച്ചാണ് പറയാറുള്ളത്. നമ്മളെല്ലാവരും എപ്പോഴും ആശയും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞതാവട്ടെ നമ്മുടെ ജീവിതം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കാറുള്ളതും ആശിക്കാറുള്ളതും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് hope is meant for those who are too lazy to act today എന്നുള്ളതാണ്. ഹോപ്പ്ലെസ്നെസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ധൈര്യം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന നിരാശയിൽ കൊണ്ട് മുട്ടി നിൽക്കുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലേ? ഹോപ്പ്ലെസ്നെസ് എന്നുള്ളത് ഇനി ഒരാശയമില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ വെളിച്ചം കാണുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഘട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പം ആ ഒരു നിരാശയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ധൈര്യം വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് കറേജ് ഓഫ് ഹോപ്പ്ലെസ്നെസ് എന്നുള്ളത്. നാളെ എല്ലാം ശരിയാകും എന്നുള്ള ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ട് ഇന്ന് ഞാനിവിടെ അലസനായി ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആശ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു
പാർശ്വഫലമായി പറയുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തു തരട്ടെ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയിലും ചിലപ്പോഴൊക്കെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിയിടാറുമുണ്ട് അല്ലേ? അപ്പൊ അത്തരത്തിൽ ആശയും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഒരു വശത്ത് ഇരുന്നോട്ടെ, പക്ഷെ അതിന് മാത്രം ആശ്രയിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാം എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്നും എടുക്കുന്ന പാഠം എന്നുള്ളത്. ദ കറേജ് ഓഫ് ഹോപ്പ്ലെസ്നെസ്സിൽ നിന്ന് ഞാൻ എടുക്കുന്ന പാഠം ആശയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആശയെ ആശ്രയിക്കാതെ, പ്രത്യാശയെ മാത്രം ആശ്രയിക്കാതെ, പ്രതീക്ഷയെ മാത്രം ആശ്രയിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും കർമ്മനിരതരായി പരസ്പരം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നിമിഷങ്ങളെ, ഇന്നത്തെ ദിവസങ്ങളെ ത്രാണിയേകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കൂടുതൽ അർത്ഥവത്താക്കാം, കൂടുതൽ കരുത്തേകാം. ഇനിയും നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കെയോസ് പവർ, നമ്മുടെ ഉള്ളിലുള്ള ആ കെയോസ് പവർ പൂർണ്ണമായിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എല്ലാവർക്കും പരസ്പരം കരുത്തായി, താങ്ങായി, തണലായി നിൽക്കാം എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും, നിങ്ങളുടെ ഇടയിൽ എഴുത്തുകാരുണ്ട്, ഗായകരുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒരുപാട് ടെക്നോളജിസ്റ്റുകളുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ പല പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ മൈൻഡിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടവിനോദം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ തുടർന്നും ചെയ്യുവാൻ ഇനിയും ത്രാണി ഉണ്ടാകട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചമേകട്ടെ, കൂടുതൽ ആനന്ദം പരത്തട്ടെ, കൂടുതൽ സമാധാനം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി മൈൻഡിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം, നമസ്കാരം.